കലൂർക്കാട്ട് എടപ്പാട്ട് AU വർക്കിസാറിൻ്റെ അനുസ്മരണവും കുടുംബയോഗവും നടന്നു. 26-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഇടവക ദേവാലയത്തിൽ ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പുള്ളി വിശുദ്ധ ബലി അർപ്പിച്ചും AU വർക്കിസാറിൻ്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തിയാണ് തുടക്കമായത്. തുടർന്ന് കലൂർക്കാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം കലൂർക്കാട് ഇടവക വികാരിയും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടറുമായ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് എടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക ചൈതന്യവും ഉണ്ടാക്കാൻ വകയുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പല പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒന്ന് നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ എടപ്പാട്ട് കുടുംബയോഗത്തിൽ പങ്കെടുക്കുക, അതിൻ്റെ സ്ഥാനത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നമ്മൾ കുടുംബയോഗം നടത്തി നമ്മൾ ഒരിക്കലും ഇത് മാറ്റിവെക്കരുത്, ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ നമ്മൾ ആളുകൂടി നമുക്കറിയാം. അതിനുശേഷം വളരെ പ്രയത്നിച്ചാണ് ഇത്രയും ആളുകളെ ഇവിടെ സംഘടിപ്പിക്കുവാൻ ഈ കമ്മിറ്റി അംഗങ്ങൾ കാണിച്ച ശുഷ്കാന്തി. നമ്മളൊന്ന് കണക്ക് കൂട്ടണം, ഏകദേശം ഒരു വർഷം എണ്ണ സ്നേഹത്തെ ഊഷ്മളമാക്കുക. ഈ 2 കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. എനിക്ക് 27 വർഷം മുമ്പ് പരിചയമുള്ള എടപ്പാട്ട് കുടുംബം, അക്കാലയളവിലെല്ലാം ചേർന്ന് നിന്ന ജോയ്സ്, ജോഷി, ജിഷു ഒക്കെ ഞാൻ ഓർക്കുകയും അവര് ദേവാലയത്തോടൊത്ത് ചേർന്ന് നിന്നവരാണ്. അവരുടെ അപ്പച്ചനാണെങ്കിലും നമുക്കറിയാവുന്ന കാര്യം, അമ്മയാണെങ്കിലും ഒക്കെ എനിക്കറിയാം. ഈ കൂട്ടത്തിരിക്കുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആളുകളെയും എനിക്ക് സുപരിചിതമാണ്. കാരണം 27 വർഷം മുമ്പ് ഞാൻ കൊച്ചച്ഛനായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ 2003 കാലഘട്ടത്തിൽ +2 അധ്യാപകനായിരുന്നു. അതെല്ലാം കഴിഞ്ഞുള്ള കറക്കം കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വീണ്ടും എന്നെ കലൂർക്കാടേക്ക് വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലും 2 വർഷം മുമ്പ് കലൂർക്കാട് വികാരിയായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇതൊരു വലിയ ബന്ധമായിട്ട് മാറുകയാണ്. ആ അടുപ്പത്തിന്റെ ഒരു വലിയ ബഹിസ്ഫുരണം, ശാന്തശീലരും വിനീത ഹൃദയരുമായിട്ടുള്ളവരായിട്ടാണ് ഞാൻ നിങ്ങളെ ഒത്തിരി പേരെ കണ്ടിരിക്കുന്നത്. നമ്പാട സാറിനെ നമ്മൾ അനുസ്മരിക്കുന്നു പറയും, ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്പാട സാറിന് നമ്മൾ അനുസ്മരിക്കും, ടീച്ചർ വഴിയുണ്ട്, മകൻ വഴിയുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ചരമപ്രസംഗം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സാറ് എപ്പോഴും ഒരു സടപടഞ്ഞ വ്യക്തിത്വമായിട്ട് ഓടി നടക്കുമായിരുന്നു, എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരോടും വളരെ സമഭാവനയോടെ വർദ്ധിച്ചുകൊണ്ട് കുടുംബം പോരായ്മയെല്ലാം നികത്തുവാനായിട്ട് എപ്പോഴും ഒരു ചാലക ശക്തിയായിട്ട് നിലകൊണ്ടിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്റെ പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് സ്കൂളുകളിലെ ഒരു നിറസാന്നിധ്യമായിട്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഇന്നും വിദ്യാർത്ഥി സമൂഹം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടെ അനുസ്മരിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഊറ്റം കൊള്ളാറുണ്ട്. കാരണം എനിക്ക് സുപരിചിതനായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന്റെ ഓർമ്മയെല്ലാം ഇന്നിവിടെ അനുസ്മരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ജോസ് മോനിപ്പുള്ളച്ചാൻ, രക്ഷാധികാരി മാതിച്ചേട്ടൻ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ,
കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. നമ്മെല്ലാവരും ഒന്നേരുന്നതിൽ ധന്യപൂർത്തം വീണ്ടും സമാഗതമായിരിക്കുന്നു. റിപ്പോർട്ട് വർഷത്തിൽ 9 അംഗ കമ്മിറ്റിയാണ് നിലവിലുള്ളത്. പ്രസിഡന്റ് ജോസ് എടപ്പാട്ട്, സെക്രട്ടറി മാത്യു ജോസഫ്, സെക്രട്ടറി ജോയ്സൺ ജോസഫ്, വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ജോസ് സി ജെ. അറിയാം, നമുക്ക് തമ്മിൽ വലിയ അസുഖങ്ങളോട് തന്നിട്ടില്ലെങ്കിലും ഒരുപാട് വേദനയുടെ ആളുകൾ കൊടുത്താൽ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ തമ്മിൽ തിരിച്ചു തരും. മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും മോശമാകില്ല. അത് ചിലപ്പോൾ ഡയറക്റ്റായിട്ടല്ല, മറ്റേതെങ്കിലും തരത്തിൽ അത് തിരിച്ച് നമുക്ക് അനുഗ്രഹമായിട്ട് തന്നെ നമ്മളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ഈ ചികിത്സാ സഹായത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ജോസ് പറഞ്ഞതുപോലെ അടുത്ത വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും വർഷം അല്ല ഓരോ ദിവസവും അല്ല ഓരോ മാസം അല്ലെങ്കിൽ ചിന്തിച്ച പൈസ മാറ്റി വെച്ചുകൊണ്ട് അടുത്ത അമ്പലത്തിൽ വരുമ്പോൾ അത് കൂടുതൽ നല്ലൊരു തുക വരുവാണെങ്കിൽ പല ആളുകളെയും നമുക്ക് സഹായിക്കാൻ പറ്റും. ചികിത്സാ സഹായ വിതരണം ഫാദർ ജോസ് മോനിപ്പുള്ളി നിർവഹിച്ചു. രക്ഷാധികാരി മാത്യു ജോസഫ്, സെക്രട്ടറി ജോയ്സൺ ജോസഫ്, ജെ ജി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.